ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നെങ്കിൽ താലോൻ ദാൽ വടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് പാക്കറ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് ഒത്തിരി ഒന്നും പണിയും ചെയ്യേണ്ട. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പരിപ്പൊക്കെ ആണെങ്കിൽ കുതിർത്തി 3-4 മണിക്കൂറത്തേക്ക് എന്നിട്ട് അരച്ചതിന് ശേഷം വേണം അത് റെഡിയാക്കി എടുക്കാൻ. ഇങ്ങനെ പാക്കറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പുറത്തുനിന്ന് നല്ല ക്രിസ്പി ആയിട്ട് അകത്തുനിന്ന് നല്ല സ്പഞ്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആയി നമുക്കാണെങ്കിൽ താലോൻ്റെ ഇതുപോലെ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ ഒരു 125 രൂപയുടെ എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ പാക്കറ്റ് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോപ്പറിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മെഷറിങ് ഒന്നും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 250 ml കപ്പ് ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 കപ്പ് വെള്ളം എടുക്കുക, പിന്നെ ഒരു 1/4 കപ്പും വെള്ളം. അപ്പോൾ 2.25 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ 250 ml കപ്പാണെങ്കിൽ അങ്ങനെ അളവ് ഒഴിച്ചെടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, എല്ലാം അതിനകത്തുണ്ട്. നമുക്കിത് ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും മല്ലിയില മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സാക്കി ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കല്ലേ, അല്ലെങ്കിൽ കട്ടകൾ വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കിയതിന് ശേഷം ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. എവിടെയെങ്കിലും മിക്സ് ആവാതുണ്ടെങ്കിൽ അതും കൂടെ മിക്സാക്കി എടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ എണ്ണയാണെങ്കിൽ ഒത്തിരി ഹോട്ട് ഓയിൽ വേണ്ട, മീഡിയം ഹോട്ട് ഓയിൽ മാത്രം മതി. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഒന്നും കൂടെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു ഗോൾഡൻ കളറായി വരുന്നത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യുവാണെങ്കിൽ പുറത്തുനിന്ന് കളർ വരും, ഉള്ളിൽ നിന്ന് പച്ചയായിരിക്കും. അത് കാരണം കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കൂടെ ഫ്രൈ ചെയ്ത് പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞ് ഇട്ടിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യം തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുപോലെ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ആണെങ്കിൽ താലോൻ കൂട്ട നമ്മൾ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.